ഹലോ ഹലോ, എല്ലാവരും അധികം എന്നെ ടച്ച് ചെയ്യാതെ കുറച്ച് നീങ്ങിയൊക്കെ ഇരിക്കണേ. ഒരുപാട് പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊടിഞ്ഞു പോകും. അതാ. ഓ പിന്നെ നിന്റെ പേര് പപ്പടം എന്ന് തന്നെയല്ലേ, അല്ലാതെ അംബുജ സിമെന്റ് എന്നൊന്നും അല്ലല്ലോ പൊടിയാതിരിക്കാൻ. ഒരറ്റത്തിരിക്കുന്നവനൊക്കെ മിണ്ടാതങ്ങിരുന്നാ മതി. ഞാൻ സദ്യയിലെ മെയിൻ ഐറ്റമാണ്. എനിക്ക് വേണ്ടി ഇവിടെ അടിവരെ ഉണ്ടായിട്ടുണ്ട്. ഇവന്റെയൊക്കെ പേരിൽ തല്ലുണ്ടാക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. ആരെങ്കിലും ഒന്ന് ഉറക്ക തുമ്മിക്കഴിഞ്ഞാൽ അവൻ പറന്നു പോകും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. എന്നിട്ടും അവന്റെ ഒരു അഹങ്കാരം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സദ്യ കംപ്ലീറ്റ് ആണെങ്കിൽ ഈ ഞാൻ വേണം. എനിക്കതൊന്നുമല്ല ഡൗട്ട്. ഒരു പച്ചക്കറി പോലും ഇടാതെ ഉണ്ടാക്കിയ നീയൊക്കെ എങ്ങനെ സദ്യ വലിഞ്ഞു കയറി എന്നുള്ളതാണ്. ഏതായാലും തന്നെ പോലെ ബാക്കിയുള്ളവരെ ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി വരുന്ന പച്ചക്കറി അരിഞ്ഞല്ല ഞങ്ങളെ ഉണ്ടാക്കുന്നത്. എന്റെ ഫാൻസ് ഇത് കേട്ടാലുണ്ടല്ലോ. ഫാൻസ്? ഏത് ഫാൻസ്? ആരുടെ ഫാൻസ്? നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സദ്യയില് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതൊരുത്തനും. അയ്യടാ, അതങ്ങ് അമ്പലത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. ആദ്യം ഞാൻ വന്നിട്ടേ തന്നെ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ ആരാ മെയിൻ? താൻ ആദ്യം വരും, അത് ശരിയാ. പക്ഷെ രണ്ടാമത് തന്നെ ആരും വാങ്ങാറില്ലല്ലോ, അതുകൊണ്ട് അതിന് ഡയലോഗ് ഉണ്ടോ കേട്ടോ. അതൊക്കെ പോട്ടെ, തന്റെ ആ ബെസ്റ്റ് എന്തേ? ആ നെയ്. അവന് വില കൂടിയോണ്ടേ ഇത്തവണ അവനെ ഒഴിവാക്കാനാ തീരുമാനം. അതെന്ത് സോഷ്യലിസ്റ്റ് വർത്താനമാണോ? നമ്മൾ രണ്ടുപേരും ചേർന്നാലല്ലേ ആ മിക്സ് കറക്റ്റ് ആകൂ. എന്നാ ഇത്തവണ അത് വേണ്ട. എല്ലാ ക്രെഡിറ്റും എനിക്ക് ഒറ്റയ്ക്ക് വേണം. എന്തേലും അവിടെ പോയി പറഞ്ഞാലോ? അല്ലേ വേണ്ട, അവന്മാർ തമ്മിൽ മുട്ടനടിയാണ്. ഇനി ഞാൻ പോയിട്ട് ഞാനും സദ്യയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ അവരുകളെല്ലാം എന്നെ കളിയാക്കും. ആരും നല്ല ഇവിടെ മിണ്ടാനിക്കുന്നത്. നിങ്ങളെ കണ്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാവരും സദ്യയൊക്കെ കഴിക്കാൻ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മൂലക്കിരിപ്പുണ്ടായിരിക്കും. പിന്നെ എടുത്തങ്ങ് കുടിക്കരുത്. കാര്യം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ കുടിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവിടെ ഉപ്പേ, ഞാനും വരുന്നു. എന്തേലും 2 വാക്ക് എനിക്ക് അവിടെ പോയി പറയണമെന്നുണ്ട്. പക്ഷെ മിണ്ടാൻ പറ്റുമോ? പേരിതായി പോയില്ലേ? ഏതായാലും ഇവന്മാർ എനിക്ക് പേരിട്ട്, എന്നാലും നല്ല പേര് അതിട്ടില്ല. അതെ അതെ, എന്തൊരു എണ്ണം കെട്ട പേരാണ് നിന്റെ. ഏതായാലും കാളൻ എന്ന പേരിനേക്കാൾ നല്ലതാ എൻ്റെ പേര്. അണ്ണാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കും പോയി 2 വർത്താനം പറഞ്ഞാലോ? എന്തിന്? ഒന്ന് അടങ്ങിയിരടേ. ഒന്നാമത് ഞാൻ ജ്യൂസി അല്ലെന്നും പറഞ്ഞ് എല്ലാവന്മാരും ഇവിടെ കംപ്ലൈന്റ്. അണ്ണൻ ആ പറഞ്ഞത് സത്യം കേട്ടോ. അണ്ണൻ ഏതായാലും ഒരു കാര്യം ചെയ്യും, കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നോ. ഇനി അണ്ണനെ കണ്ടിട്ട് അണ്ണൻ്റെ കൂടെ ഇരുന്നെന്നും പറഞ്ഞ് എന്നെ തിന്നില്ലെങ്കിലോ? പിന്നെ അല്ലേലും ഇപ്പൊ എല്ലാരും കൂടെ തന്നെ അങ്ങ് തിന്ന് തീർക്കും. എഴിച്ചു പോടെ. എല്ലാം ഒന്ന് മിണ്ടായിരിക്കാവോ? ചെവി തല കേൾക്കുന്നില്ല. നീക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ സദ്യ ഒന്ന് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിനകത്തോട്ട് കയറി ഇരിക്കാനുള്ളതാ കേട്ടല്ലോ. അത് താൻ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞോട്ടം വെച്ചവന്മാരെയൊക്കെ എടുത്ത് കളയണമെങ്കിലേ നമ്മളൊക്കെ അതിനകത്ത് കയറണം. എന്തൊക്കെ പറഞ്ഞാലും സദ്യക്ക് ഏറ്റവും അവസാനം എല്ലാവരും ഒരേപോലെ അന്വേഷിക്കുന്ന ഒരാള് അത് ഞാൻ തന്നെ. വേണ്ടേ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ആരും അല്ല സദ്യയിലെ മെയിൻ. സദ്യ കംപ്ലീറ്റ് ആണെങ്കിൽ അവൻ വരണം, കൂടെ മറ്റവനും. ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഒരു ഓണസദ്യ ആണെങ്കിൽ ഈ ഞാൻ വേണം. എന്താ, ശരിയല്ലേ?